Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA 6th സെമസ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പർ ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത് ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത, ദെൻ മൊഡ്യൂൾ വൈസ് ആയിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻസ്, ദെൻ ഈ ഒരു പേപ്പറിന്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. കാരണം ക്വസ്റ്റ്യൻസ് ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് എല്ലാ വർഷവും കാണാൻ സാധിക്കും. സോ ആ ഒരു ഏരിയയിലോട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബട്ട് പലരുടെയും പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് അതിന്റെ മീനിങ് പലപ്പോഴും മനസ്സിലാവാണ്ട് പഠിക്കുക. അപ്പോഴാണ് അത് പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ മൊഡ്യൂൾ വൈസ് അനാലിസിസിലോട്ട് പോവാം. 5 മൊഡ്യൂളാണ് ഉള്ളത്. നമ്പർ 1 ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷൻ, ദെൻ ഫെസിലിറ്റീസ് പ്ലാനിംഗ്, കപ്പാസിറ്റി പ്ലാനിംഗ്, ഓപ്പറേഷൻസ് പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. സോ വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞ സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. സോ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. കാരണം 2 മാർക്സ് ക്വസ്റ്റ്യൻ, 4 മാർക്സ് ക്വസ്റ്റ്യൻ, എസ്എ ക്വസ്റ്റ്യൻ, ഇത് മൂന്നും നല്ല രീതിയിൽ ഈ പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഒക്കെ ബേസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാം. ഓക്കെ, സോ ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. അപ്പൊ എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ മീനിങ് എന്തായാലും പഠിക്കണം. 2 മാർക്സിന്റെ വരും, ഷുവർ ക്വസ്റ്റൻ ആണ്, സ്കിപ്പ് ചെയ്യരുത്. സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, എസ്എ വരാം, 4 മാർക്സ് വരാം, എന്തായാലും പഠിക്കണം, സ്കിപ്പ് ചെയ്യരുത്. എസ്എ ആയിട്ടും വരാം, അതുപോലെ തന്നെ 4 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ടും വരാറുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 മാർക്സ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എസ്എ. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്താണ്, അതിന്റെ സ്കോപ്പ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതില്ലാണ്ടൊരു പേപ്പർ ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്, 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളതാണ്. എന്താണ് മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്, എന്തായാലും നോക്കണം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ബേസിക് ആയിട്ട് ഓപ്പറേഷൻസ് മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നുള്ളതാണ്. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്താണ് ഞാൻ പറഞ്ഞിട്ട്, സ്കോപ്പ് മറ്റു കാര്യങ്ങളൊക്കെ എന്തായാലും പഠിക്കണം. അതൊക്കെ എക്സാമിന് നിങ്ങൾക്ക് വലിച്ചു വാരി കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ നിന്ന് തന്നെ എന്തായാലും ഒരു 15, 19, 21, 22 അല്ലെങ്കിൽ 20 മുതൽ 25 മാർക്ക് വരെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, മൂവിങ് ടു സെക്കൻഡ് ചാപ്റ്റർ ഫെസിലിറ്റീസ് പ്ലാനിംഗ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എസ്എ ആവട്ടെ, 4 മാർക്സ്, 2 മാർക്സ്, ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാം. സോ ഇതിലാദ്യം പ്രോസസ് സിലക്ഷൻ എന്താണ്, 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും കാണാറുള്ളതാണ്. എന്താണ് പ്രോസസ് സിലക്ഷൻ, എന്തായാലും പഠിക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് പ്ലാൻ ലൊക്കേഷൻ എന്താണ്, ഫെസിലിറ്റി ഓർ പ്ലാൻ ലൊക്കേഷൻ എന്താണ്, സ്റ്റെപ്സ് ഇൻ സൈറ്റ് സിലക്ഷൻ, then factors affecting location decision. എസ്എ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം, 2 മാർക്സ്, 4 മാർക്സ്, ഇതൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. എന്താണ് ഞാൻ റിപ്പീറ്റ് ചെയ്യണു, ഫെസിലിറ്റി ലൊക്കേഷൻ അല്ലെങ്കിൽ പ്ലാൻ ലൊക്കേഷൻ എന്താണ്, സ്റ്റെപ്സ് ഇൻ സൈറ്റ് സിലക്ഷൻ, ഷുവർ ആയിട്ട് പഠിക്കണം കേട്ടോ. സ്റ്റെപ്സ് ഇൻ സൈറ്റ് സിലക്ഷൻ ഒരു 4-5 പോയിന്റ്സ് ആണ് അതിൽ കവർ ചെയ്യേണ്ടത്. ദെൻ ഫാക്ടേഴ്സ് എഫക്ടിങ് ദി ലൊക്കേഷൻ ഡിസിഷൻ. ഇത്ര ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. എസ്എ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം, 2 മാർക്സ്, 4 മാർക്സ് ഒക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അഗെയിൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, പ്ലാന്റ് അല്ലെങ്കിൽ ഫാക്ടറി ലേഔട്ട് എന്താണ്, പ്ലാൻ ലേഔട്ട് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം കാണാൻ സാധിക്കുന്ന ഒരു ചോദ്യമായിരിക്കും പ്ലാൻ ലേഔട്ട്, ദെൻ 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ്. ഷുവർ ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ലേഔട്ട് ആണ്. ഒരു 5 ടൈപ്പ് ഉണ്ട്. പ്രോസസ് ലേഔട്ട്, പ്രോഡക്റ്റ് ലേഔട്ട്, കോമ്പിനേഷൻ ലേഔട്ട്, ഫിക്സഡ് പൊസിഷൻ ലേഔട്ട്, ഗ്രൂപ്പ് ലേഔട്ട്. ഇതിൽ റിപ്പീറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പ്രോസസ് ലേഔട്ട് എന്താണ്, പ്രോഡക്റ്റ് ലേഔട്ട് എന്താണെന്നുള്ളതാണ്. എന്തായാലും ഉണ്ടായിരിക്കും ഒരു ലേഔട്ടിനെ പറ്റിയിട്ട് 2 മാർക്സ് ചോദ്യം ഷുവർ ആണ്. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പ്രോസസ്സ്, പ്രോഡക്റ്റ് ആണ്. ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല, ബട്ട് റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്
പ്രോസസ് ലേഔട്ട് എന്താണ്, പ്രോഡക്റ്റ് ലേഔട്ട് എന്താണ്. അപ്പോൾ ടൈപ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 പോയിന്റ് എഴുതണം. ബട്ട് 2 മാർക്സ് ആയിട്ട് സെപ്പറേറ്റ് പ്രോഡക്റ്റ് ലേഔട്ടിനെ പറ്റിയിട്ടും അതിൻ്റെ അഡ്വാൻറ്റേജസും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ പ്രോസസ് ലേഔട്ടിനെ പറ്റിയിട്ടും അതിൻ്റെ അഡ്വാൻറ്റേജസും മറ്റു കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മെറ്റീരിയൽ റിക്വയർമെന്റ്സ് പ്ലാനിങ്, MRP. മെറ്റീരിയൽ റിക്വയർമെന്റ്സ് പ്ലാനിങ് എന്താണ്, 2 മാർക്സ് ചോദ്യം വരും. ദെൻ മെറ്റീരിയൽ റിക്വയർമെന്റ്സ് പ്ലാനിങ്ങിനെ പറ്റിയുള്ള ബേസിക് തിയറി, അത് വേണമെങ്കിൽ 4 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ടും എക്സ്പെക്ട് ചെയ്യാം. ദെൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതും സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. സോ MRP എന്താണെന്നുള്ള ചോദ്യം ഷുവർ ആണ്, 2 മാർക്സ് ആവട്ടെ. ദെൻ മെറ്റീരിയൽ റിക്വയർമെന്റ്സിനെ പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് തിയറി വേണമെങ്കിൽ 4 മാർക്കിന്റെ ആയിട്ടും ചോദിക്കാം. ദെൻ അതിന്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇതും പഠിക്കണം. ഓക്കെ, ഇനി ആ ചാപ്റ്ററിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉള്ളത് ഫെസിലിറ്റീസ്, ഓർഗനൈസേഷനിൽ വേണ്ട ഫെസിലിറ്റീസ് ആണ്. അത് എത്രത്തോളം റിപ്പീറ്റ് ആയിട്ട് കാണാറില്ല. സോ ഇത്രത്തോളം ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. SC ഉണ്ടായിരിക്കും, പ്ലാൻ ലൊക്കേഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ 2 മാർക്സ് 4 മാർക്സ് ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. ആൻഡ് മൂവിങ് ടു തേർഡ് ചാപ്റ്റർ, കപ്പാസിറ്റി പ്ലാനിങ് ആണ്. ഇതിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ എന്താണ് കപ്പാസിറ്റി പ്ലാനിങ് എന്നുള്ളത് 2 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. ഷുവറായിട്ട് പഠിക്കണം കപ്പാസിറ്റി പ്ലാനിങ് എന്താണ്. ദെൻ അതിന്റെ ഇമ്പോർട്ടൻസ്, കപ്പാസിറ്റി പ്ലാനിങ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് വേണമെങ്കിൽ 4 മാർക്സ് ചോദിക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 2 മാർക്സ് ക്വസ്റ്റൻ ആയിട്ട് ഏറ്റവും കൂടുതൽ കാണാറുള്ളതാണ് ടൈം സ്റ്റഡി എന്താണ്, മോഷൻ സ്റ്റഡി എന്താണ്. ഇത് മാറി മാറി വരാറുണ്ട്. ചിലപ്പോൾ ടൈം സ്റ്റഡീനെ പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മോഷൻ സ്റ്റഡീനെ പറ്റിയിട്ടായിരിക്കാം ചോദിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വർക്ക് മെഷർമെന്റ്. essay ക്വസ്റ്റൻ ആയിട്ട് 4 മാർക്സ് ആയിട്ട് 2 മാർക്സ് ക്വസ്റ്റൻ ആയിട്ട് ഏറ്റവും കൂടുതൽ വരാറുള്ള ഒരു ടോപ്പിക്കാണ് വർക്ക് മെഷർമെന്റ്. എന്തായാലും പഠിക്കണം. എന്താണ് വർക്ക് മെഷർമെന്റ്, 2 മാർക്സ് ചോദിക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് മെഷർമെന്റ്, വർക്ക് മെഷർമെന്റ് 4 മാർക്സ് ചോദിക്കാം. ടെക്നിക്സ് ഓഫ് വർക്ക് മെഷർമെന്റ്. അപ്പോൾ ഈ പറയുന്ന വർക്ക് മെഷർമെന്റിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കണം കേട്ടോ. കാരണം 2 മാർക്സ് 4 മാർക്സ് essay ആയിട്ട് വരെ എക്സ്പെക്ട് ചെയ്യാം വർക്ക് മെഷർമെന്റ്. അതിനെ പറ്റിയുള്ള ഒന്നും ഞാൻ ഈ പറഞ്ഞൊക്കെ പഠിക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് അഗെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് മെയിൻ്റനൻസ് മാനേജ്മെന്റ്. 2 മാർക്സ് 4 മാർക്സ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് കാണുന്നതാണ്. എന്താണ് മെയിൻ്റനൻസ് മാനേജ്മെന്റ്, ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ്, ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ്. അപ്പോൾ മെയിൻ്റനൻസ് മാനേജ്മെന്റ് എന്താണ്, ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ്, ദെൻ മെയിൻ്റനൻസ് പ്ലാനിങ് എന്താണ്. അപ്പോൾ ഇത്ര ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും essay ക്വസ്റ്റൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്താണ് ഈ വർക്ക് മെഷർമെന്റ് കാര്യങ്ങൾ, മെയിൻ്റനൻസ് മാനേജ്മെന്റ് കാര്യങ്ങൾ. ഈ 2 ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ. കപ്പാസിറ്റി പ്ലാനിംഗ് എന്ന് പറയുന്ന 2 മാർക്സിന്റെ ക്വസ്റ്റൻ ഒക്കെ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ ഈ 2 പോർഷൻസ് നല്ല രീതിയിൽ പഠിക്കുക. അതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-4 essay വരെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ മൂവിങ് ടു നെക്സ്റ്റ് മൊഡ്യൂൾ നമ്പർ 4, ഓപ്പറേഷൻസ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ് നമുക്ക് നെക്സ്റ്റ് ഉള്ള. സോ അതിൽ എന്താണ് പ്രൊഡക്ഷൻ പ്ലാനിങ് എന്നുള്ളത്, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻ പ്ലാനിങ്. 2 മാർക്സ് പ്ലസ് 4 മാർക്സ്, ഇത് ഒബ്ജക്റ്റീവ്സ് കൂടിയിട്ട് 4 മാർക്സിന്റെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വരാറുണ്ട്. ഇനി നെക്സ്റ്റ് 2 മാർക്സ് ക്വസ്റ്റൻ ആയിട്ട് വരാറുള്ളത് ഓപ്പറേഷൻ കൺട്രോൾ. ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഓപ്പറേഷൻ കൺട്രോൾ, അതിന്റെ ഒബ്ജക്റ്റീവ്സ്. റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്, സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് അതിലുള്ളത് സ്റ്റെപ്സ് ഇൻ ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ്. അതിലൊരു 5-6 പോയിന്റ് ഉണ്ട്. അതിൽ ചില പോയിന്റ്സ് സെപ്പറേറ്റ് 2 മാർക്സ് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഷെഡ്യൂളിംഗ് എന്താണ്, റൂട്ടിംഗ് എന്താണ്, ദെൻ ഡിസ്പാച്ചിങ് എന്താണ്. ഇതിലേതെങ്കിലുമൊക്കെ 2 മാർക്സിന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ 4th മൊഡ്യൂളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 4th മൊഡ്യൂളിൽ നിന്ന് കൂടുതൽ 2 മാർക്സ് ക്വസ്റ്റ്യനും 4 മാർക്സ് ക്വസ്റ്റ്യൻസും ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. essay ക്വസ്റ്റ്യൻ നമ്മൾ അത്രത്തോളം എക്സ്പെക്ട് ചെയ്യുന്നില്ല. കൂടുതൽ 2 and 4 മാർക്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് മൊഡ്യൂളിലോട്ട് നമുക്ക് നെക്സ്റ്റ് പോവാം. ക്വാളിറ്റി കൺട്രോൾ ആണ് ലാസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ എന്താണ് ക്വാളിറ്റി കൺട്രോൾ, 2 മാർക്സ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്താണ് ക്വാളിറ്റി കൺട്രോൾ. ദെൻ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ, ഫങ്ഷൻസ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ 2 മാർക്സ് 4 മാർക്സ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്താണ് ഈ പറയുന്ന ഫങ്ഷൻസ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോളോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിൽ നിന്ന് വരാറ് ക്വാളിറ്റി സർക്കിൾ എന്താണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി സർക്കിൾ,
Then benefits of quality circle. Again 2 marks 4 marks question ആണ്. Then 2 marksന്റെ question ആയിട്ട് പിന്നെ വരാറുള്ളത് കൈസൺ എന്താണ്? കൈസൺ 2 മാർക്സിന്റെ ചോദ്യമായിട്ട് പലപ്പോഴും കാണാറുള്ളതാണ്. അതുപോലെ തന്നെ അഗെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. TQM എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് TQM. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. 2 മാർക്കിന്റെ ചോദ്യമായിട്ട് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ബെനഫിറ്റ്സ് ഓഫ് TQM എന്ന് പറഞ്ഞിട്ടും എക്സ്പെക്ട് ചെയ്യാം. സോ ഈ ഒരു 5th മൊഡ്യൂളിൽ നിന്ന് 2 മാർക്സ് 4 മാർക്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പേപ്പറിൽ 5 മൊഡ്യൂളിൽ ഫസ്റ്റ് 3 മൊഡ്യൂൾസിൽ നിന്നാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ 3 മൊഡ്യൂളിൽ നിന്ന് നമുക്ക് essay 2 മാർക്സ് 4 മാർക്സ് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ്. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും എന്നുള്ളത് ഷുവറാണ്. ദെൻ 2 and 4 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറഞ്ഞത് 4th and 5th മൊഡ്യൂളിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത് 100% ഷുവറാണ്. സോ ഇത്രയൊക്കെയാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്തായാലും പാസ് ആവണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് 3 മൊഡ്യൂൾസ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നല്ല മാർക്സ് സ്കോർ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏരിയ പരമാവധി കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്സ് എന്തായാലും ഒരു 90%-നേക്കാൾ കൂടുതൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത് 100% ഷുവറാണ്. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.